വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം നമ്മൾ കുറേ നാശം വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇന്ന് ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുന്ന വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഞാൻ നോക്കിയിട്ട് പറയാം. ഇപ്പോൾ സമയം 9:50 9:50. ഇനി രാത്രി 12 മണിക്ക് ഇവിടെ ആൾക്കാരൊക്കെ വരും. നമ്മളിന്ന് കേക്ക് കണ്ടിരിക്കണം നമ്മൾ പ്ലാൻ. ഇപ്പം അതിൻ്റെ ഒരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നേരെ വീട്ടിലോട്ട് പോവാം. സോ ഗൈസ്, ഇപ്പം സമയം 11 കാലായി. അങ്ങനെ നമ്മളിവിടെ പുൽക്കൂടിനൊക്കെ ലയിച്ചിട്ട് വെച്ചേക്കാണ്. അപ്പം നമ്മൾ ഇവിടെ വെച്ചാണ് കേക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഇന്ന് 12 മണിയാകുമ്പോൾ 2026 ആകും. 2025 നമ്മൾ ഇവിടെ പറയുന്നത് ന്യൂസിലൊക്കെ 2026 ന്യൂ ഇയറിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നു. ഇപ്പോൾ സമയം 11:20. നമ്മളവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കുറേ വന്നിട്ടുണ്ട്. ഹലോ, വേമുതേച്ചൻ വന്നിട്ടുണ്ട്. ഹലോ, ഉറങ്ങിയായിരുന്നാ? അത് ഒരു ചേച്ചി വന്നിട്ടുണ്ട്. അയ്യോ, കലമുത്തമ്മയും സുരുന്നമ്മയും വന്നിട്ടുണ്ട്. ഹലോ, ധോവനും വന്നിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? കലമുത്തമ്മ ജോയിൻ ചെയ്യുന്നില്ലേ ഡാൻസ്? സാറ് ഞാൻ കളിക്കുന്നുണ്ടല്ലേ. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നോണ്ട്. അച്ഛൻ ഡാൻസ് കളിക്കുന്നില്ലേ? അവിടെ നമ്മളെ വീട്ടിന്റെ മുന്നിലേക്ക് പണി നടക്കുന്നു. ചോട്ടം കിടക്കട്ട്. എല്ലാരും ഇവിടെ നില്ലേ. ഇവിടെ നോക്കി ഡാൻസ് കളിക്കണേ. ലൈറ്റ് ഇട് പെട്ടെന്ന്. ലൈറ്റ് ഇട് ആരെങ്കിലും. ഇവിടത്തെ ലൈറ്റ് ഇട്. ഡാൻസ് കാണണ്ടേ വീഡിയോയില്? പെട്ടെന്ന് ഡാൻസ് നടത്തുന്നതിന് മുമ്പ് ഇതെന്തിന് ഭ്രാന്തായോ? ഞാൻ എടുത്തു. അയ്യോ, നാളെ ചേട്ടച്ചൻ ഇത് കാണുമ്പോ ചോദിക്കും ഇതൊക്കെ വേമുതേച്ച ഡാൻസ് കളി അങ്ങോട്ട്. സരസപ്പൻ അയ്യോ, സരസപ്പനെയും കൂടെ വിളിക്കേ. ആരും നിങ്ങൾ മാത്രമേ കാണൂ, എല്ലാരും വേറെ ആരും കാണും. ഇനി നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്ന സെറിമണിയാണ്. ഓ, എല്ലാരും കേറിയില്ല. ഞാൻ വീഡിയോ എടുക്കാം. ഇത് കൊല്ലാൻ പോണത്. ന്യൂ ഇയർ. അയ്യോ,
ഇത് ഇതിൽ നിന്ന് അവർക്ക് കൊടുക്കണോ ഇതിൽ നിന്ന്? പീസ് അപ്പക്ക് ഷുഗർ ആണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയതാ. എങ്ങനുണ്ട്? ഞാൻ ഉണ്ടാക്കിയതാ. ഓ എല്ലാം അങ്ങനെ കൃത്യമായിട്ട് ഞാൻ തിന്ന്. ഒരു പീസ് ഞാൻ എടുത്തോട്ടെ. I am Bharatchandran. Just remember that. എന്താണ് നിങ്ങൾക്ക് ഈ വർഷത്തെ പറ്റി 2 വാക്ക് ആരെങ്കിലും പറയേണ്ടതാണ്? ഈ വർഷം ബാക്കിലോട്ടെന്ന് പറ. 2025 വളരെ നല്ലൊരു വർഷമായിരുന്നു. 2026 പറ്റി പറയേ. 2026 തുടങ്ങിയതല്ലേ ഉള്ളു എങ്ങനെ പറയുന്ന ഇവരുടെയൊക്കെ അഭിപ്രായം. അപ്പയ്ക്ക് എന്താണ് 2026 പറ്റി പറയാനുള്ളത്? അപ്പ 2026 ആദ്യം എന്റെ ഫോൺ ചള്ളായി. കലമത്തമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ലേ? വേമുത്തേച്ചൻ എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് അതൊന്ന് അയ്യോ അയ്യോ സോറി. ഓ ഓക്കെ. വേമുത്തേച്ചൻ എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഏത് കലമുത്തേമ്മയുടെ ഇടന്ന് അച്ഛൻ എന്താണ് ഈ വർഷത്തെ പറ്റി പറയാനുള്ളത്? ഈ വർഷത്തെ പറ്റി അച്ഛൻ വർഷത്തെ പറ്റി പറയുന്നു. ദോർ ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വർഷത്തെ പറ്റി? സുരിതമ്മക്ക് ഈ വർഷത്തെ പറ്റി എന്തെങ്കിലും? ഈ വർഷം ആപത്തൊന്നും ഇല്ല. അത് നല്ല സൂപ്പർ വർഷം ആവട്ടെ. ഓക്കെ. അതൊന്നും അത് ഇട്ടല്ലേ ഞാൻ അതിടും. 27 ആകുമ്പോ പറയാം. ഓ ശരി എന്നാ ഞാൻ അതിടും, ഉറപ്പായിട്ട് ഇടും. എല്ലാരും പോണ്. ടാറ്റാ ടാറ്റാ. വല്യണ്ണൻ ഇപ്പൊ വരും. ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയതാണ്. പാരിപ്പള്ളി പോണ പോലെയാണ് പറഞ്ഞിട്ട് പോയ. അങ്ങനെ എല്ലാരും പോയി. അയ്യോ ഇനി നമ്മളുടെ വീടും ബാക്കി. അയ്യോ വളരെ വലിയ മികച്ച പെർഫോമൻസുകള്. എന്തിയാ പൂച്ച? ഇവിടെ ഒരു പൂച്ച വന്നിന്ന് പോയാ. നമ്മൾ കേക്ക് കണ്ടിച്ചപ്പോൾ തിന്നാൻ വന്ന ഒരു പൂച്ചയാണിത്. ഹലോ